ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പണ്ട് മുതലേ നമ്മളെ കോമഡി സ്റ്റാറിലെ കോമഡി സ്കിറ്റുകളിലൂടെ നമ്മളെ ചിരിപ്പിച്ചതും അതുപോലെ തന്നെ ഇപ്പൊ ബമ്പർ വേദിയിലൂടെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതുമായിട്ടുള്ള ജിനു കോട്ടയം എന്ന വ്യക്തിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ആളെക്കുറിച്ച് പ്രത്യേകം ആരോടും പറഞ്ഞു തരേണ്ട, ആളുടെ പേഴ്സണൽ ലൈഫിലേക്ക് നുഴഞ്ഞു കയറി ഒന്നും സംസാരിക്കാനല്ല. പക്ഷേ എങ്കിലും പുള്ളിക്കാരന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള തനൂജ എന്ന വ്യക്തിക്കെതിരെയല്ല, വ്യക്തിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി. ആസ് എ വുമൺ എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം തോന്നി, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ജിനു എന്ന കലാകാരനെ എല്ലാവർക്കും ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ എല്ലാ സ്കിറ്റുകളും ഇപ്പോഴും നമ്മൾ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുന്നുണ്ട്. പക്ഷെ ആസ് എ പേഴ്സണാലിറ്റി ജിനു എന്ന വ്യക്തിനെ പലരും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. കാരണം ഒരുപാട് കമന്റുകൾ ഞാൻ വായിച്ചു. അതിൽ എല്ലാവരും പറയുന്നുണ്ട് കലാകാരൻ എന്ന രീതിയിൽ ജിനുവിനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷെ ഒരു വ്യക്തി എന്ന രീതിയിൽ ജിനുവിനെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് ഒരുപാട് കമന്റുകൾ കണ്ടു. അതുകൊണ്ട് ഞാൻ അതൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയും സഹിക്കാത്ത കാര്യമാണ് ജിനു ചെയ്തത്. അവരുമായിട്ട് ഒരു ആദ്യ ഭാര്യ എന്ന് പറയുന്ന തനൂജയായിട്ട് ജീവിക്കുന്ന സമയത്ത് വേറൊരു സ്ത്രീയിൽ അടുപ്പമുണ്ടാവുക, ആ സ്ത്രീ ഗർഭിണിയാവുക, അത് തനൂജ ഒരു വാട്സപ്പ് മെസ്സേജ് വഴി കാണുകയുണ്ടായി എന്നൊക്കെയാണ് തനൂജ ഒരു നേരത്തെ കുറച്ചു നാൾക്ക് മുന്നേ ഒരു ഇന്റർവ്യൂവിൽ തനൂജ തുറന്നു പറയുന്നത്. അപ്പോൾ അത്രയും ഇപ്പം നമ്മളാണെങ്കിൽ ഏത് സ്ത്രീകളാണെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ഭർത്താവിന് വേറൊരാളുടെ ബന്ധമുണ്ടെന്ന് പറയുന്ന പോലും നമുക്ക് സഹിക്കത്തില്ല. അപ്പൊ നമ്മുടെ ഭർത്താവിനാൽ അവൾ ഗർഭിണിയാണെന്നും കൂടെ അറിയുന്ന ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ലേഡിക്കും സഹിക്കാൻ പറ്റുന്ന അപ്പുറമാണ്. അതിൽ നിന്നും എല്ലാം സ്ട്രഗിൾ ചെയ്തു ഇയാളുടെ പുറകെ ആ കുഞ്ഞുമായിട്ട് ഓടിയ സമയത്തും ഇയാളുടെ DNA ടെസ്റ്റ് നടത്തണം. ഒരു DNA ടെസ്റ്റിന്റെയും കാര്യമില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജിനു എവിടെ പോയെന്ന് നോക്കണ്ട, ദേവൂട്ടി എന്ന് പറയുന്ന ആ മോളുടെ മുഖത്തേക്ക് നോക്കിയാൽ ജിനുവിനെ പറിച്ചു വെച്ചിരിക്കുക തന്നെയാണ്. അപ്പൊ അത്രയും ഇതായിട്ടുള്ള ഒരു DNA ടെസ്റ്റിന്റെ ആവശ്യമുണ്ടെന്ന് ഒരു മനുഷ്യനും പറയത്തില്ല, ജിനു മാത്രമേ പറയത്തുള്ളൂ. അത് ജിനു ചെയ്ത തെറ്റിനെ മറച്ചു വെക്കാനുള്ള ഇതാണ്. പക്ഷെ ജിനു വീണ എന്ന വ്യക്തിയുമായിട്ട്, വീണമ്മ എന്ന് പറഞ്ഞ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ള, അവർ വീഡിയോസ് ചെയ്തോ, കാരണം ഇവർ രമ്യ സെപ്പറേറ്റഡ് ആയി, ഇനി അവർക്ക് ജീവിച്ചേ പറ്റത്തുള്ളൂ. അവർ രണ്ടുപേരും ഇനി അവർക്ക് ഒരുമിച്ചൊരു ജീവിതം ജീവിക്കാൻ പറ്റില്ല. രണ്ട് ഫാമിലിയായി, കുഞ്ഞായി. അപ്പൊ വീണമ്മ എന്ന വ്യക്തിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കും, എന്ത് വേണേലും ആയിക്കോ, അതൊക്കെ അവരുടെ പ്രശ്നം. ഞാൻ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. എനിക്ക് മനസ്സിൽ തോന്നിയതാണ്. ഞാൻ ഒരുപാട് കമന്റും അങ്ങനെ കണ്ടു. കാരണം ജിനു എന്ന വ്യക്തി ഇതുപോലെയുള്ള വീണമ്മേനെയും അതുപോലെ തന്നെ കുഞ്ഞിനെയൊക്കെ കെട്ടിപ്പിടിക്കുന്ന, ഉമ്മ വയ്ക്കുന്നതും അങ്ങനെയായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ജിനു എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ട്, ജിനു എപ്പോഴെങ്കിലും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞിത് കാണുന്നുണ്ടെന്ന്. ദേവു എന്ന് പറയുന്ന ആൾ അച്ഛനെ ഇപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. ആ കുഞ്ഞു മനസ്സിന് അത് ഉണ്ടാക്കുന്ന മുറിവിന്റെ ആഘാതം എത്രയാണെന്ന് ജിനു എന്ന വ്യക്തിക്ക് മനസ്സിലാകും. അവള് വളർന്നു വരുന്തോറും ചിലപ്പോൾ അച്ഛനെ വെറുത്തു പോയേക്കാം. കാരണം അതുപോലെ ആ കുഞ്ഞു മനസ്സിൽ അത് വേദനിപ്പിക്കും. കാരണം എൻ്റെ അച്ഛൻ എന്നെ എടുക്കുന്നില്ലല്ലോ, എനിക്കിതുപോലെ ഉമ്മ തരുന്നില്ലല്ലോ, എനിക്ക് പലപ്പോഴും അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആ കുഞ്ഞു മനസ്സ് എത്രത്തോളം വേദനിക്കും. അച്ഛൻ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചില്ലല്ലോ, ഉമ്മ വെച്ചില്ലല്ലോ, എന്നെ എടുത്ത് സ്നേഹത്തോടെ എൻ്റെ അടുത്ത് ദേവൂട്ടി എന്ന് വിളിച്ച് സംസാരിച്ചില്ലല്ലോ എന്നൊക്കെ ആ കുഞ്ഞു മനസ്സ് ഓർക്കില്ലേ എന്ന് ഞാൻ ഒരുപാട്. അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുമ്പോൾ ജിനു അത് ചിന്തിക്കാറില്ലേ എന്ന് ഞാൻ. അവരുടെ ഹാപ്പിനെസ് ആണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നതൊക്കെ ശരിയാണെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ പേഴ്സണലി ഓർക്കാറുണ്ട് കേട്ടോ. ദേവൂട്ടിക്ക് അത് ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുമില്ലേ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഒരുപാട് കമന്റ്സ് ഞാൻ കണ്ടു. നിങ്ങളും അങ്ങനെ ചിന്തിക്കാറുണ്ടെങ്കിൽ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് എങ്കിൽ, എനിക്ക് തോന്നിയ തോന്നലുണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ അതുപോലെ തന്നെ ജിനു ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ വന്നിരുന്നു, എൻ്റെ കുഞ്ഞിനെ ഓർത്ത് കരയുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വെറുതെയാണ്, അതൊക്കെ കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നില്ല. അതുപോലെ തന്നെ ജിനു അതുപോലെ തന്നെ വീണ എന്ന വ്യക്തിയുമായിട്ട് വീഡിയോസ് ഇടുന്ന സമയത്ത് ഒരുപാട് ബാഡ് കമന്റ് അവരുടെ കമന്റ് സെക്ഷനിൽ പോയി ഇടുന്നുണ്ട്. പക്ഷെ അതിനുകൊണ്ടൊന്നും ഉപകാരമില്ല. അങ്ങനെ ഇടുന്നവർ ഇടാതിരിക്കുക. കാരണം ഇതൊന്നും ഇനി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതുപോലെ തന്നെ തനൂജനെ മോശമാകുന്ന രീതിയിൽ ജിനു അതിൻ്റെ അകത്ത് താഴെ റിപ്ലൈ ആയിട്ട് കമന്റ് കൊടുക്കാറുണ്ട് കേട്ടോ. എന്താണ്, ബോഡി ഷേമിങ് നടത്തുന്ന രീതിയിലുള്ള ഒരു കമന്റ് ഞാൻ ഒരു തവണ കണ്ടു. ഡിലീറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അത് കമന്റ് ഡിലീറ്റ് ചെയ്ത് കാണുമായിരിക്കും. അങ്ങനെ ഒരു കമന്റ് ഞാൻ കണ്ടു. പക്ഷെ അതൊക്കെ മോശമാണ്. കാരണം ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്കാണെങ്കിലും ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ഒരു സ്ത്രീക്കാണെങ്കിലും നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഒരുപാട് പാടാണ്. കാരണം അവര് ഒരു പുരുഷനോട് മിണ്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവനുമായിട്ട് കമ്പനിയാണ്. അല്ലെങ്കിൽ ഒരു പുരുഷൻ അവരുടെ വീട്ടിലേക്ക് അവരുടെ ബന്ധുവാണെങ്കിൽ പോലും വന്നിട്ടുണ്ടെങ്കിൽ അവനുമായിട്ടാണ് കാര്യങ്ങൾ. ഇതൊക്കെയാണ് ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഒരു ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരോ ഉണ്ട് എന്ന്, ഇതുപോലെയുള്ള മോശം എന്ന് മാത്രമേ
സമൂഹം പറയത്തുള്ളൂ. ആരും ന്യായീകരിക്കാൻ പറയണ്ട കേട്ടോ, ഉറപ്പായിട്ടും. കാരണം ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയോട് ചോദിച്ചാൽ ആ അനുഭവം അറിയാം. അതുപോലെ തന്നെ ഭർത്താവ് ഉപേക്ഷിച്ച് സ്വന്തം മക്കളെ നോക്കി വേറൊരുത്തനെ കല്യാണം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അവള് ലോക ഫ്രോഡാണ് എന്ന് മാത്രമേ ആൾക്കാർ പറയത്തുള്ളൂ. ആരും നല്ലത് ഇന്ന് വരെ ഒരു നാട്ടുകാരും പറയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സമൂഹത്തിൽ നിന്ന് അവൾ ഇത്രയും സ്ട്രഗിൾ ചെയ്തു, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, എല്ലാം ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീക്ക് നമ്മൾ പിന്തുണയാണ് നൽകേണ്ടത്. അതുപോലെ തന്നെ ഒരു യൂട്യൂബർ ആയിട്ടുള്ള വ്യക്തി ആ സ്ത്രീയെ വാ കൂട്ടി ഒരു വേട്, ഞാനത് യൂസ് ചെയ്യുന്നില്ല, എനിക്ക് താല്പര്യമില്ല, അങ്ങനെ ഒരു വേട് യൂസ് ചെയ്ത് തനൂജേനെയും അതുപോലെ തന്നെ മകളെ വിളിക്കുന്നുണ്ട്. അത് ഏറ്റവും മോശം. തനൂജ പോട്ടെ, മകളെയും കൂടെ, ആ മകള് ഇനി സ്കൂളുകളിൽ പോകേണ്ടതാണ്, പൊതുജനങ്ങളുടെ മുന്നിൽ അവർ വീഡിയോ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അവരെ അറിയാവുന്നതാണ്. അപ്പൊ അവര് ജീവിക്കേണ്ടതാണ് എന്ന് വിചാരിക്കണം. ആ വിളിക്കുന്ന സ്ത്രീയും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ദൈവത്തെ ഓർത്ത് അത്രയും വൃത്തികെട്ട പേരുകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ലൈംഗികത സ്വന്തം മകളോട് പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ ജിനു ആണ് മറ്റൊരാണ് അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് തനൂജ പല ഇതിലും പറയുന്നു. അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് സഹിതം കാണിച്ചു തരുന്നുണ്ട് അച്ഛന്റെ പേര്. അപ്പോൾ അച്ഛനെ DNA ടെസ്റ്റിന്റെ ആവശ്യമുണ്ട്, താല്പര്യമില്ലെങ്കിൽ അപ്പോൾ അത് പ്രകടിപ്പിക്കണമെന്ന്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വേറൊരാളിൽ ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം. അതുപോലെ തന്നെ വീണ എന്ന വ്യക്തിയും വേറെ കല്യാണം കഴിച്ച് 2 പിള്ളേരുള്ള ഒരു അമ്മയാണ് ജിനുവിന്റെ കൂടെ വന്നതെന്ന് ഈയൊരു ഒരു പ്രസ് മീറ്റ്. അതുപോലെ തന്നെ ജിനു ഒരിടയ്ക്ക് ഒരു വീഡിയോയുമായി രംഗത്ത് വന്നിരുന്നു. പല സ്ഥലങ്ങളിലും ജിനുവിനെ തനൂജിയാണ് വിളിച്ചുകൊണ്ട് പോയതെന്നും അങ്ങനെയാണ് കുഞ്ഞുണ്ടായതും എന്ന രീതിയിലുള്ള അതൊരു വൃത്തികെട്ട സംസാരം എന്ന് തന്നെ പറയാം. അപ്പൊ ഒരാൾ അതിന്റെ റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു. അപ്പം തനൂജ തന്നെ പീഡിപ്പിക്കുകയാണോ ചെയ്തതെന്ന് ചോദിച്ചിട്ടുള്ള ഒരാള് തമ്പലൈനോടുകൂടി റിയാക്ഷൻ വീഡിയോ. അത് തന്നെയാണ് പല ആൾക്കാർക്കും ചോദിക്കുന്നത്. അതൊക്കെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ വേറൊരു കുടുംബത്തിൽ പോയി സന്തോഷമായി ജീവിക്കുന്നു. അവര് വേറൊരാളെ കല്യാണം കഴിച്ചിട്ടില്ല. ആ കുഞ്ഞുമായി, പെൺകുഞ്ഞാണ്, ആ കുഞ്ഞുമായി എങ്ങനെയെങ്കിലും മുന്നോട്ട് ജീവിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തനൂജയ്ക്കെതിരെ നല്ല, തനൂജനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം എന്ന് തോന്നി. കാരണം ഒരു വിധവയായ സ്ത്രീക്കും അതുപോലെ തന്നെ പുരുഷനില്ലാത്ത ഒരു സ്ത്രീക്കും സമൂഹത്തിൽ ജീവിക്കാൻ ഒരുപാട് പാടാണ്. എങ്ങനെയെങ്കിലും ആ സ്ത്രീ മുന്നോട്ട് ജീവിച്ചു പോട്ടെ. അവരുടെ ഫാമിലിയിൽ കയറി അനാവശ്യങ്ങൾ പറയാതിരിക്കും. കാരണം ജിനുവിന് വേറൊരു കുടുംബമായി, അവര് ഹാപ്പിയായി ജീവിക്കണം. പക്ഷെ തനൂജ അങ്ങനെയല്ല. ഒരു കൈത്താങ്ങിന് ആരുമില്ലാതെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരെങ്ങനെയെങ്കിലും മുന്നോട്ട് ജീവിച്ചു പോട്ടെ. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെങ്കിലും ബാക്കിയുള്ളവർക്ക് മോശമായി അവരെ കുറിച്ച് ഒന്നും പറയാതിരിക്കുക. അതെനിക്ക് പറയാൻ തോന്നി, പേഴ്സണലി പറയാൻ തോന്നി. അതുകൊണ്ട് ഞാൻ വീഡിയോയുമായി വന്നു. അതുപോലെ തനൂജ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഭയങ്കര സങ്കടം കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു പറഞ്ഞു, ഇനി നിങ്ങളിങ്ങനെ കുഞ്ഞായിട്ടുള്ള വീഡിയോ ഇടല്ല, കുഞ്ഞിൻ്റെ മനസ്സിന് വല്ലാതെ വേദനിക്കുന്നുണ്ട്. അത് ഞാൻ ചെയ്ത് വീഡിയോ ഇട്ടപ്പം എതിരെ 10 വീഡിയോസാണ് ആൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അല്ലാതെ നിങ്ങൾക്ക് ഫോൺ വിളിച്ച് സംസാരിക്കാനോ അതിനുള്ള ഇതൊന്നും ഇല്ല, ആൾ അറ്റൻഡ് ചെയ്തൊന്നുമില്ല? ഇല്ല, എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. പിന്നെ ഒരു പ്രാവശ്യം മോള് ഞാൻ അറിയാതെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഞങ്ങൾക്ക് വേറൊരു ഫോൺ ഉണ്ടായിരുന്നു, ലൈവിലോട്ട് വിളിക്കണം. ആ നമ്പർ എടുത്തിട്ട് ഇവൾ അറിയാതെ പോയി വിളിച്ചു. അങ്ങനെ കുഞ്ഞ് വിളിച്ചപ്പം അത് റെക്കോർഡായിരുന്നു. അപ്പം ഞാൻ എന്നോട് പേടിച്ചുകൊണ്ട് ഫോൺ കൊണ്ടുവച്ചിട്ട് പറയാൻ, ഞാൻ അപ്പയെ വിളിച്ചു എന്ന്. ഞാൻ പെട്ടെന്ന് ലൈവ് കട്ട് ചെയ്തു. ഇത് കേട്ടപ്പം കുഞ്ഞിനെ പുച്ഛിച്ചിട്ട് പറയുന്നതാണ് കേൾക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം തോന്നിപ്പോന്ന് വെച്ചാൽ അതൊക്കെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. മോള് ചോദിച്ച അപ്പായേ, അപ്പോൾ അപ്പുറത്തുനിന്ന് എന്താ, സാധാരണ ഒരു കുഞ്ഞ് വിളിക്കുമ്പോൾ എന്നാ മോളെ എന്നാടാന്നല്ലോ ഇങ്ങനെ, എന്നാ അപ്പായിക്ക് സുഖമാണോ വിറച്ചോണ്ടോ ചോദിക്കുന്ന കുഞ്ഞ്. അപ്പം പറഞ്ഞു, അപ്പം പുള്ളി വിചാരിക്കുന്നത് ഞാൻ അടുത്ത് നിർത്തി വിളിപ്പിക്കുന്നതാണെന്നായിരിക്കാം, എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞു, എന്നാ മോനെ സുഖമാണ്, എന്നാ പറ്റി, അപ്പം ഭക്ഷണം കഴിച്ചോ കൊച്ചു ചോദിക്കുക. അപ്പനാണ് ഇങ്ങോട്ട് ചോദിക്കണ്ടേ, കുഞ്ഞ് അങ്ങോട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ കുഞ്ഞിന് ഭക്ഷണമൊക്കെ കഴിച്ചു, മോനെ എന്നാ വെച്ചോ കേട്ടോ, പിന്നെ വിളിച്ചാൽ മതി കേട്ടോ, ഞാൻ വിളിച്ചോളാം കേട്ടോ എന്ന് പറഞ്ഞ പുള്ളി ഞങ്ങൾ കട്ട് ചെയ്യുക ചെയ്യുന്നത്. ഈ കുഞ്ഞിന് സുഖമാണോ, മോള് ഭക്ഷണം കഴിച്ചോ, മോള് പഠിക്കുന്നുണ്ടോ എന്നല്ല ഒരു അപ്പൻ ചോദിക്കേണ്ടത്. ഈ പുള്ളി അതൊന്നുമല്ല, ഒരു പുച്ഛമായിട്ട് കുഞ്ഞിനോട് സംസാരിച്ചത്. ഈ ഇത്രയും നാളായിട്ട് കുഞ്ഞിന്റെ പിറന്നാൾ വരുമ്പോൾ ഒരു കാര്യങ്ങൾക്കും ആള് സഹകരിച്ചിട്ടില്ല, ഒന്നുമില്ല.